ദുർഗേച്ചി എപ്പോഴാ വന്നേ? ലേറ്റ് ആവൂന്ന് പറഞ്ഞിട്ട് എന്താ ചേച്ചി പ്രശ്നം? എന്താണെങ്കിലും പറ ചേച്ചി. ചേച്ചിയുടെ മുഖത്ത് ഇത്രയും ദേഷ്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവള് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കാൻ തുടങ്ങി. ആര്? തുളസിയോ? അല്ലാതെ പിന്നെ ആരാ? അവളിപ്പോ എന്റെ പിന്നാലെ എപ്പോഴും. ഞാൻ എവിടെ പോകുന്നോ അവിടെ എന്നെ തേടി വരും. എന്തെങ്കിലും ചാൻസ് കിട്ടുന്നത് വെച്ച് അപമാനിക്കും. അതവളുടെ സ്ഥിരം പരിപാടിയല്ലേ. ഇപ്പൊ എന്താ ചേച്ചി ഉണ്ടായത്? അമ്മ പോയില്ലേ? ആദ്യമനെ അമ്മ പോയതാ. പക്ഷെ വഴിയിൽ വെച്ച് തുളസി അമ്മയെ അപമാനിച്ചു. അപമാനിച്ചെന്നോ? എന്തപമാനം? വലിയ ഏതാണ്ട് പ്രശ്നം. ദുർഗേച്ചിയുടെ നിൽപ്പ് കണ്ടില്ലേ? ഇത്രയും ടെൻഷനായി ദുർഗേച്ചിയെ ഞാൻ എന്റെ ആയുസിൽ കണ്ടിട്ടില്ല. എന്താ പ്രശ്നം? അമ്മ ഇതൊരു പ്രശ്നമാണോ? ഇതൊരു നല്ല കാര്യമല്ലേ? എന്ത് നല്ല കാര്യം? ദുർഗേച്ചിയെ നടു റോഡിൽ ഇറക്കി നിർത്തിയിട്ട് ആ കാറിൽ കണ്ടവരെയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നതാണോ നല്ല കാര്യം? അങ്ങോട്ട് മാറി നിൽക്ക് ചേച്ചി. ഇവൻ പറയുന്നത് ശരിയാണോ ചേച്ചി? അത് നല്ല കാര്യമാണോ? അവളെന്നെ കൊച്ചാക്കിയതാ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. അവൾക്ക് നല്ലവളെന്നുള്ള പേര് കിട്ടാൻ നടത്തിയ കളിയായത്. സത്യ ചേച്ചി, ഇതവള് മനഃപൂർവ്വം ചെയ്തത് തന്നെയാ. ആതിരെ, നീ ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? ഞാൻ കേട്ടു സുലാന്റി. അതുകൊണ്ടല്ല ഞാൻ വേഗം വന്നത്. ദുർഗാന്റി ആ കാട്ടുതുളസി ഇൻസൾട്ട് ചെയ്ത് തന്നെയാ. മാത്രല്ല ഇതവള് ചെയ്തതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. എന്തുദ്ദേശം? അതോ, ദുർഗാന്റിയുടെ കാറെന്ന് പറഞ്ഞ ആരുടെ കാറാ? പ്രസാദങ്ങളുടെ. പ്രസാദങ്ങൾ എന്ന് പറഞ്ഞ തുളസിയുടെ ആരാ? മാമൻ. അപ്പൊ അവൾക്ക് ആ കാറിൽ അവകാശം ഉണ്ടെന്ന് കാണിക്കാനായിട്ടാ ദുർഗാന്റി അവള് കാറിൽ നിറക്കി വിട്ടത്. നീ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട. ആതിര് പറഞ്ഞതാ ശരി. ഈയിടെയായിട്ടെ ബുദ്ധി കുറച്ച് കൂടുന്നുണ്ട്. അമേരിക്കന്ന് വന്നപ്പോ ഉള്ള ആളേ അല്ല. കേരളത്തിലെ കാറ്റടിച്ചപ്പോ ആളാകെ അങ്ങ് മാറി. ബുദ്ധിയൊക്കെ അങ്ങ് തെളിഞ്ഞു. ഒന്ന് പോസല്ലോ ആന്റി. ഞാനേ കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചതാ. ഇല്ലേ ദുർഗാന്റി? അവൾക്ക് ഇതിനുള്ള മറുപടി കൊടുത്തേ പറ്റൂ. അതെ, അവള് ഞെട്ടണം. അമ്മേ, ഇതൊരു നിസ്സാര പ്രശ്നമാ. ഇത് വലിയ കാര്യമൊന്നും ആക്കണ്ട. നിസ്സാരാണോ സീരിയസ് ആണോ എന്നൊക്കെ ദുർഗേച്ചി തീരുമാനിക്കും. ആദ്യം മോൻ ഇതിലൊന്നും ഇടപെടണ്ട. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവള് നടത്തിയ ഈ നാടകത്തിന് നാട്ടുകാരെ മുഴുവൻ അറിയുന്നൊരു മറുപടി ഞാൻ കൊടുക്കും. താങ്ക്സ്. കീ നീ തന്നെ വെച്ചോ. കീ ഇല്ലാതെ എങ്ങനെ വണ്ടി ഓടിക്കാനാ? സുലു, എന്താ ചേച്ചി? പിന്നെ വർക്കേരിയയിൽ പെട്രോൾ ഇരിപ്പുണ്ട്, ഒന്നും എടുത്തോണ്ട് വരും. അല്ല, പെട്രോൾ ഞാൻ അടിച്ചതാ. എന്തായാലും ദുർഗാമ്മ കാർ തന്നതുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാനായി. കൃത്യസമയത്ത് തന്നെ എനിക്ക് ആ ചേച്ചിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞു. നീ കൊണ്ടുപോയിട്ടില്ലെങ്കിലും അവരെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു. ഇല്ല ആതിര, നമ്മൾ കണ്ടതല്ലേ. എല്ലാവരും വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്നു. ചിലര് മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്നു. അപകടം പറ്റി വീണ് കിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ മാത്രം അവിടെ ആർക്കും സമയം ഉണ്ടായിരുന്നില്ല. നീ വെറുതെ ആളുകളുടെ മുന്നിൽ ഷൈൻ ചെയ്തല്ലേ? ഷൈൻ ചെയ്യാനോ? ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് ഷൈൻ ചെയ്യലാണോ? ആദ്യം ഇവിടെ അവിടെ സൂപ്പർ സ്റ്റാർ കളിച്ചതാ. സൂപ്പർ സ്റ്റാർ കളിക്കാണെന്നൊക്കെ നീ ചുമ്മാ പറയല്ലേ. മറ്റുള്ളവരുടെ ജീവന്റെ വില നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. മറ്റുള്ളവരുടെ ജീവൻ എത്ര വില? അതൊന്നും എനിക്ക് അറിയില്ല. ഒരു 1 lakh വരുവോ? ദുർഗേച്ചി, എന്തിനാ ഈ പെട്രോള്? കുളിക്കാൻ. ദുർഗ, എനിക്ക് കുളിക്കാനോ?
ഒരു ശുദ്ധികലശം വേണം. അമ്മേ, അമ്മ എന്തായി കാണിക്കുന്നത്? എന്താ ദുർഗമ്മേ? നീ മിണ്ടിപ്പോരുത്. ദുർഗമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ? കാണിച്ചു തരാം. സുലു, നീ ആ തീപ്പെട്ടി ഇങ്ങെടുത്തിട്ട് വാ. അമ്മേ, വേണ്ട ദുർഗേച്ചി, കാർ കത്തിക്കരുത്. നിന്നോട് പോയി തീപ്പെട്ടി എടുത്തിട്ട് വരാനാ പറഞ്ഞത്. ഇവളിരുന്ന് അശുദ്ധമാക്കിയ ഈ കാറ് ഇനി ഇവിടെ വേണ്ട. അമ്മേ, എന്നെ തടയാവുന്ന ആരും കരുതണ്ട. തീപ്പെട്ടി ഞാൻ എടുത്തോണ്ട് വരാം ദുർഗാന്റി. അമ്മേ, ബുദ്ധിമോശം കാണിക്കരുത്. തുളസി കാറിൽ വെറുതെ കയറി ഇരുന്നോന്നല്ലോ, ഒരാൾ ആശുപത്രിയിൽ കൊണ്ടുപോകാനല്ലേ. അതിന്റെ പേരിൽ കാറ് കത്തിക്കാന്നൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് ആൾക്കാർ പറയും. അതെ, എനിക്ക് ഭ്രാന്താണ്. എന്റെ ഈ ഭ്രാന്ത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇവള് ജനിച്ചു വീണപ്പോ തുടങ്ങിയതാ. ദേ തീപ്പെട്ടി കിട്ടി. നീ ഇതിനെ സപ്പോർട്ട് ചെയ്യാണോ? കാറ് കത്തിക്കുന്നതിന് ഞാൻ സപ്പോർട്ടല്ല, പക്ഷെ തുളസി ഒരു പാഠം പഠിപ്പിക്കണം. ഇങ്ങോട്ട് എടുക്കടി. ദുർഗേച്ചി വേണ്ട, ദുർഗേച്ചി വിടും. ഞാൻ ഇതിന് സമ്മതിക്കില്ല. അതി തീപ്പെട്ടി തരാനാ പറഞ്ഞത്. തരാൻ. ഞാനുള്ളപ്പോ ഇത്രയും തോന്നിയ ദിവസം ഇവിടെ നടക്കില്ല. ഇങ്ങോട്ട് തരാൻ. തരില്ല. തരാൻ ഇങ്ങോട്ട്. ദുർഗേച്ചി എടാ, വേണ്ട ദുർഗേച്ചി, തരാനാ പറഞ്ഞത്. ഇല്ല, തരില്ല. മേടിച്ച് വാങ്ങിക്കാണ്ടി. അമ്മ തരില്ലെന്നാ പറഞ്ഞേ. വേണ്ട ദുർഗേച്ചി, പറയുന്നൊന്ന് ഇല്ല, കേൾക്കാം. തരില്ല. കൊടുക്ക ആദ്യട്ടാ, കൊടുക്ക്. തീപ്പെട്ടി തരാൻ. എന്തിനാ കാറ് കത്തിക്കുന്നേ? തരില്ല. ദുർഗേച്ചി വേണ്ട. തരില്ലെന്നല്ലേ പറഞ്ഞേ. ദുർഗേച്ചി പറയുന്നൊന്ന് കൊടുക്ക കേൾക്കാം. ആദ്യട്ടാ. ദുർഗേച്ചി, മോളെ എന്താ? നിന്നോട് തീപ്പെട്ടി തരാനാ ഞാൻ ഈ കാറിൽ വഴിയിൽ ആക്സിഡന്റ് പറ്റിക്കിടന്ന ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒന്നും പറയണ്ട, തരില്ല. അതിന്റെ ദേഷ്യത്തിന് ഒരു കാറ് കത്തിക്കാൻ പോവാ. ദുർഗേച്ചി പറയുന്നൊന്ന് കേക്ക്. ദുർഗേച്ചി എന്തായി കാണിക്കുന്നത്? അങ്ങോട്ട് മാറി നിൽക്കുക. അയ്യോ ഈശ്വര, മാറി നിൽക്കേ. അമ്മേ, അമ്മ വേണ്ട. ദുർഗേച്ചി അമ്മേ, വേണ്ട. അയ്യോ,
ദുർഗേച്ചി കാറ് കത്തട്ടെ. ഇതെന്റെ പ്രതികാരമാ. ACP കൃഷ്ണപ്രസാദിന്റെ കാറിൽ തൊട്ട് അശുദ്ധമാക്കിയതിനുള്ള എന്റെ പ്രതികാരം. എന്റെ കാറ് നിന്റെ ഈ മോള് ഒരു ശവവണ്ടിയാക്കി മാറ്റാൻ ശ്രമിച്ചു. ഞാൻ ഇരിക്കാനുള്ള സീറ്റില് ഇവള് കയറിയിരുന്നു. ഇവള് തൊട്ട് അശുദ്ധമാക്കിയ ഈ കാറില് ഇനി ദുർഗ ഇരിക്കില്ല. ഇരിക്കില്ല എന്നല്ല, തൊടില്ല ഞാൻ. കത്തട്ടെ. ഈ കത്തുന്നത് നിന്റെ മകളാണെന്ന് സങ്കല്പിച്ച് രസിക്കുക ഞാൻ. ഇത് സൈക്കാണ്. അതെ, നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താടാ. ഇവരേതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ നോക്ക. തുളസി, നീ വെറുതെ അല്ലമ്മേ. ഞാൻ ഈ കാറിൽ ഇരുന്നത് അത്ര വലിയ തെറ്റാണോ? കത്തിച്ചു കളഞ്ഞ് ഞാൻ തൊട്ടതിന്റെ അശുദ്ധി മാറുവോ? നിങ്ങളുടെ മനസ്സ് ഇത്രയും വൃത്തികെട്ടതാണോ? വായടക്കിനി. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെ ഇടും. ദുർഗേച്ചി, തുളസി അനിയൊന്നും അല്ലല്ലോ. ഇവളാ കാറിലിരുന്നു എന്നതിന്റെ പേര് അത് കത്തിച്ചു കളഞ്ഞത് ശരിയായില്ല. അഹങ്കാരം അമ്മയെ കാണിച്ചത്. അതേടാ, എനിക്ക് അഹങ്കാരം തന്നെയാ. ഇവളെനിക്ക് അന്യയുമാണ്. ഞാനും ഇവളുമായിട്ട് ഒരു ബന്ധവുമില്ല. ബന്ധമില്ലെന്നോ? ദുർഗേച്ചി, തുളസി നിങ്ങൾക്ക് അന്യല്ല, നിങ്ങളുടെ സ്വന്തം മകളാ. എന്താ നാവിറങ്ങിപ്പോയോ എല്ലാവരുടെയും? നാട്ടുകാരുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കാനായിരുന്നു ഇവളുടെ ശ്രമം. ഇനി അങ്ങനെ ഒരു ശ്രമം നിന്റെ അടുത്ത് നിന്നുണ്ടാവാൻ പാടില്ല. സത്യത്തിൽ എന്താ ഉണ്ടായത്? ദുർഗേച്ചി ഇത്ര മാത്രം ദേഷ്യപ്പെടാൻ എന്താ കാരണം? ഞാൻ പറയാമേ. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ തുളസി മോള് കാർ ഉപയോഗിച്ചത്? കൃത്യസമയത്ത് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. മതി നിന്റെ ആതുര സേവനത്തിന്റെ മഹത്വം പറഞ്ഞത്. അതെ, അപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കാൻ ഇവിടെ പോലീസുണ്ട്. പിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ആംബുലൻസും ഉണ്ട്. അതെ. പോലീസിനെ ആംബുലൻസിനെ ഒക്കെ കാത്തിരുന്ന അവരെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റില്ല. അതറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ അവരെ രക്ഷിക്കാൻ നോക്കിയതും. തുളസി ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാ. നിന്റെ സർട്ടിഫിക്കറ്റിന്റെ കുറവും കൂടി അവക്കുണ്ടായിരുന്നുള്ളൂ. തുളസിയുടെ മഹാമനസ്സിനെ പുകഴ്ത്തുന്ന 4-5 വാക്കുകളൂടെ പറ. എന്നെ ആരും പുകഴ്ത്തണ്ട. നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്ക. തുളസി, കാറ് കത്തിച്ച് ശുദ്ധീകരിച്ച് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ മനസ്സ് ശുദ്ധമാക്കാൻ പറയാൻ നീ ആരാടി? ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. എന്നെ ഉപദേശിക്കാൻ മാത്രം നീ അങ്ങ് വളർന്നോ? ഇത് ഉപദേശമല്ല, താക്കീതാ. നിങ്ങൾ ഈ ചെയ്തതിനൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അനുഭവിപ്പിക്കും തുളസി. നിന്നോട് ഇറങ്ങി പോവാനല്ലേടി പറഞ്ഞത്? നിന്റെ വായാടി പെണ്ണിനെ ജീവനോടെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പോ. ഇല്ലെങ്കിൽ ഈ കത്തേരിയുന്ന കാറിനൊപ്പം ഇവളെയും ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. തുളസി നല്ലൊരു കാര്യം ചെയ്തതിനാണോ ദുർഗേച്ചി ഇത്രയും കുറ്റപ്പെടുത്തുന്നത്? നല്ല കാര്യം ചെയ്യുന്നതേ സ്വന്തം വാഹനത്തിൽ മതി, അല്ലാതെ മറ്റുള്ളവരുടെ പോക്കറ്റിലെ കാശെടുത്തല്ല ദാനം കൊടുക്കുന്നത്. ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല. എന്റെ മാമന്റെ ഭാര്യയായി പോയി. ദാ വിളിച്ചോ, അമ്മ വാ. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഞാൻ ചെയ്തത് അത്ര വലിയ തെറ്റാണോ? നീ ചെയ്തത് തെറ്റല്ല, ശരിയാണ്, വലിയ ശരി. വിവരമില്ലായ്മയ്ക്ക് കൈയും കാലും നൽകി അതിന് ദുർഗാമെന്ന് പേരിട്ടിരിക്കുക ദൈവം. അല്ലാതെ ആരെങ്കിലും സ്വന്തം കാറ് കത്തിക്കോ? ദുർഗേച്ചിക്ക് ദേഷ്യം വന്ന അങ്ങനെയാ. എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. ഇതില് ദേഷ്യം പിടിക്കാൻ മാത്രം എന്താ എത്ര ഉണ്ടായത്?
തുളസി മോള് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളുടെ കാർ കുറച്ചു നേരത്തേക്ക് ഉപയോഗിച്ചതോ? ഒരു ജീവൻ രക്ഷിക്കുന്നത് തെറ്റായ കാര്യമാണോ? ലോകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് ദുർഗാമ്മയുടെ പ്രവൃത്തി കണ്ടിട്ട് മനസ്സിലായി. എന്തൊരു ജീവി അവര്! മൃഗങ്ങൾക്ക് പോലും കാണില്ല ഇത്രയും ദുഷ്ടത. അല്ലെങ്കിലും പാവം മൃഗങ്ങളെ എന്തിനാ കുറ്റം പറയുന്നത്? സഹജീവികളെ കടിച്ചു കയറുന്ന സ്വഭാവം മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. മതി കുറ്റപ്പെടുത്തിയത്. മതിയാക്കില്ല. ഓർക്കും തോറും എനിക്ക് ആ സ്ത്രീയോട് വെറുപ്പ് കൂടിക്കൂടി വരിക. അങ്ങനെയൊന്നും പറയരുത് മോളെ. എന്താ പറഞ്ഞാല് അമ്മ എന്തിനാ അവരെ പേടിക്കുന്നേ? ഞാൻ പേടിക്കുന്നതോ? നീ കുറ്റപ്പെടുത്തുന്നത് നിന്റെ അമ്മയാ. ആ ഒരു ഗുരുത്വദോഷം എന്റെ മോൾക്കുണ്ടാവരുത്. എന്റെ അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഞാൻ ആ കാർ തൊട്ടതിന്റെ പേരില അവരാ കാർ കത്തിച്ചു കളഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ ഒന്ന് തൊട്ടാ അവര് സ്വയം തീ കൊളുത്തി ചാവോ? മതിയാക്കുന്നുണ്ടോ? അവള് പറയുന്നതിലും കാര്യമില്ലേ? ഒരു ദിവസം ആ വീട്ടിൽ കയറി ചെല്ലേണ്ട പെണ്ണല്ലേ അവള്? ഇങ്ങനെ ഒരാളുടെ കൂടെ എങ്ങനെ കഴിയും? അങ്ങനെയുള്ള ആളുടെ വീട്ടിലേക്ക് കയറി ചെല്ലണോ വേണ്ടോന്ന് എനിക്കൊന്ന് ആലോചിക്കണം. നിന്നോട് വാശി ഒഴിവാക്കാനാ പറഞ്ഞത്. ദുർഗാമ്മയുടെ അഹങ്കാരത്തിന് നല്ല മറുപടി കൊടുക്കണ്ടേ അമ്മ? വേണ്ട അച്ഛാ. നോക്ക്, നീ ഇപ്പൊ മറുപടിക്കും ചോദ്യം ചെയ്യലിനും ഒന്നും പോണ്ട. എന്താ ചേട്ടാ, എന്താ ഇത്ര ആലോചിക്കാൻ? ഇനിയെങ്കിലും ആലോചിച്ചില്ലെങ്കിൽ ശരിയാവില്ല. സൂപ്പറായിരുന്നു ദുർഗേച്ചി, സൂപ്പറായിരുന്നു. ഞാൻ ഈ കാർ കത്തുന്നൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാറ് കത്തുമ്പോ 2 ഡയലോഗൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു ആക്ഷനൊക്കെ കാണിച്ച് വന്നിരുന്നെങ്കിലേ പൊളിച്ചേനെ ദുർഗേച്ചി. നിർത്തുന്നുണ്ടോ? ഒരു സുഖിപ്പിക്കല്. സുഖിപ്പിച്ചെന്നോ? ആര്? എന്റെ ദുർഗേച്ചി ഒരു നല്ല കാര്യം ചെയ്തു, ഞാൻ അതങ്ങ് പറഞ്ഞു. അതെങ്ങനെയാ സുഖിപ്പിക്കലാവുന്നെ? ആന്റി നല്ല വിഷലായിരുന്നു. ഇനി നിന്റെ ഡയലോഗിന്റെ കൂടി കുറവേ ഉള്ളൂ. ഡയലോഗൊന്നല്ല ആദ്യേട്ടാ, ആക്ഷൻ കണ്ട ആന്റി ഇപ്പൊ തുളസിക്ക് റിപ്ലൈ കൊടുത്തത്. എന്ത് റിപ്ലൈ? സ്വന്തം കാറ് കത്തിക്കുന്നതാണോ ഇത്ര വലിയ കാര്യം? യെസ്, കനക ദുർഗ ഇസ് ദ ഫസ്റ്റ് ആക്ഷൻ ലേഡി സൂപ്പർ സ്റ്റാർ. അവൻ ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ഹീറോയിൻ അവളാണല്ലോ. അമ്മേ, അമ്മ ഈ പറയുന്ന ഹീറോയിസും ആക്ഷനും ഒക്കെ സിനിമയിൽ കണ്ട് കൈയടിക്കാൻ കൊള്ളാം. ജീവിതത്തില് ഈ ദുർഗ ഒരുപാട് ഹീറോയിസം കാണിച്ചിട്ടുണ്ട്. നിനക്കതൊന്നും അറിയില്ലായിരിക്കും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ദുർഗേച്ചി. ഈ പിള്ളേർക്ക് ഇത് വല്ലതും അറിയോ? അമ്മ കാറ് കൊടുത്തോണ്ട് ആക്സിഡന്റ് പറ്റിയ ഒരാളെ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി. കൂട്ടത്തിൽ തുളസി നാട്ടുകാരുടെ മുന്നിൽ ഷൈൻ ചെയ്യുകയും ചെയ്തു. എന്ത് ഷൈനി? അവൾ എന്റെ കാറിന്റെ സീറ്റിലിരുന്നു. അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവില്ല. കാറ് പിന്നെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ളതല്ലേ? എന്റെ കാറിൽ അങ്ങനെ അവള് കയറി ഇരിക്കണ്ട. അതുകൊണ്ടാ ഞാൻ കാറ് കത്തിച്ചത്. അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഇതൊരു പാഠമായിരിക്കണം. ഈ ദുർഗയോട് കളിച്ച ഇതാണ് അവസ്ഥയെന്ന് അവര് മനസ്സിലാക്കണം. ഈ കാർ കത്തിക്കൽ അതിന്റെ മറുപടിയാണ്. എവിടേക്ക് പോന്നേ? ദേവമംഗലം വരെ ഒന്ന് പോണം. എന്തിനാ? ഇനിയും നമ്മൾ ക്ഷമിച്ചോണ്ടിരുന്നാ ശരിയാവില്ല. അതെ, നമ്മൾ ക്ഷമിക്കുന്ന അനുസരിച്ച് ദുർഗാമ്മയ്ക്ക് അഹങ്കാരം കൂടുക ചെയ്യുന്നത്. ദുർഗേച്ചിക്ക് ഇവളോട് എന്തിനാ എത്ര അയത്തൊന്നും അറിയണമല്ലോ. ഈ ദേഷ്യത്തിന് ശത്രുതയ്ക്ക് എന്താണ് കാരണമെന്ന് ചോദിച്ചറിഞ്ഞിട്ട് തന്നെ കാര്യം. അതൊക്കെ നമുക്ക് സാവകാശം ചോദിക്കാം. അത് പറ്റില്ല. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് തന്നെ ചോദിക്കണം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാനൊന്ന് തൊട്ടതിന്റെ പേരിൽ അവരാ കാറ് കത്തിച്ചത്. അവിടെ അപമാനിക്കപ്പെട്ടത് ഞാനാണ്. എന്റെ പൊന്നു മോളെ, നീ ഇന്ന് ദുർഗേച്ചോട് ക്ഷമിക്ക്. ദുർഗേച്ചി ആകെ അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഈ അവസ്ഥയിൽ നിന്റെ അച്ഛനും കൂടെ അവിടേക്ക് ചെന്നാലോ? ദേഷ്യം ദുർഗേച്ചിക്ക് മാത്രമല്ല, എനിക്കുണ്ട്.